ഇത് ടീം വർക്കിന്റെയും ഹാർഡ് വർക്കിന്റെയും നല്ലൊരു വിജയമാണ്. അപ്പം ഇതിന്റെ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കാൻ ഒരു ബോധപൂർവമായ നീക്കം നടത്തുന്നുണ്ടോ? ഒരു വ്യക്തിക്കും അതിൻ്റെ അകത്ത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാ വ്യക്തികൾക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തർക്കം ഇപ്പോൾ ഉടലെടുത്തതെന്നാണോ? അല്ല, ക്രെഡിറ്റിനെ കുറിച്ചല്ലല്ലോ, ഇലക്ഷൻ റിസൾട്ടിന്റെ ക്രെഡിറ്റിനെ കുറിച്ചല്ല. എല്ലാവർക്കും പങ്കാളിത്തമുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം. പിന്നെ ഒരു സ്ഥാനത്തേക്ക് വരുമ്പം ആഗ്രഹം ഉണ്ടാവും, പിന്നെ അവരാകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവരുണ്ടാകും, സ്വയം ആഗ്രഹം ഉണ്ടാകും, അവകാശവാദങ്ങളുണ്ടാകും. അതെല്ലാം പരിഗണിച്ചിട്ട് തീരുമാനം. എന്തായാലും ആ ആഗ്രഹമുള്ളവരിൽ മുൻപന്തിയിൽ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന ഏതാണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന 3 പേര്. നിങ്ങൾ പറയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന 3 പേരാണ്. അപ്പൊ ഈ 3 പേരെയും തള്ളാനും മേല കൊള്ളാനും മേല, ഇതിൽ ഒരാളിലേക്ക് എത്താൻ കഴിയുള്ളൂ, മുഖ്യമന്ത്രി പദത്തിലേക്ക്. അപ്പൊ ഈ 3 പേരിനെ സംഗ്രഹിച്ച് ഒന്നാക്കണം. അപ്പൊ അതിന് KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അങ്ങ് ആണ് ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അങ്ങയുടെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ്. ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കലും ഉത്തരം പറയാറില്ല. എങ്കിലും എനിക്ക് ആ തീരുമാനം എടുക്കാനുള്ള അർഹതയും യോഗ്യതയും ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കമാൻഡിലേക്ക് ആ തീരുമാനം ഗോള് പാസ് ചെയ്ത് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞു. ഇന്നലെ യുനാനിമസ് റെസൊല്യൂഷൻ എടുത്തില്ല, ഞാൻ തന്നെ മൂവ് ചെയ്ത് പ്രതിപക്ഷ നേതാവ് പിന്തുണച്ച യുനാനിമസ് റെസൊല്യൂഷനാണ് അവർക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ അവരും ഈ വലിയൊരു ഭാരം ഏൽക്കണ്ടേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവർ 1-2 പേര് കൂടിയിരുന്ന്, കാർഗേജിയുണ്ട്, രാഹുൽജിയുണ്ട്, അവർ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. അവര് ദേ ആർ മോർ എക്സ്പീരിയൻസ്ഡ്, അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നല്ല അനുഭവ സമ്പത്തുണ്ട്, അവരുടെ വാക്കുകൾക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ട്. അവര് നല്ല തീരുമാനം എടുക്കും, ഉചിതമായ തീരുമാനം.